വേങ്ങരയിലെ നിയുക്ത MLA ശ്രീ കെ എം ഷാജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാജിക്ക, വേങ്ങരയിലെ കന്നി അംഗത്തിൽ തന്നെ മികച്ച വിജയം നേടിയാണ് നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു മത്സരഫലത്തെ കാണുന്നത്? അല്ല, വേങ്ങരയിൽ മാത്രമല്ലേ, കേരളത്തിൽ 102 സീറ്റുകളിലും പിന്നെ UDFൻ്റെ ഗംഭീരമായ പെർഫോമൻസാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ഇറങ്ങിപ്പോരുന്നത് മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചു, ടാർഗറ്റ് ചെയ്ത് വേട്ടയാടി. പക്ഷേ അതിലൊക്കെ പിന്നെ രക്ഷപ്പെട്ടു വരുന്നത് നിയമപരമായിട്ടാണ്. പക്ഷേ ജനങ്ങളുടെ കോടതിയിലും ജയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം. പക്ഷേ എന്തായിരുന്നോ ഞങ്ങളൊക്കെ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം, അത് പ്രതിപക്ഷ നേതാവാകാം, ഞങ്ങളുടെ ലീഗിൻ്റെ രാഷ്ട്രീയമാവാം, ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അത് അച്ചട്ടാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കേരളത്തിൻ്റെ സമൂഹം മാത്രമല്ല ഏറ്റെടുത്തത്. CPM-നകത്തുള്ള ഹാർഡ് കോർ CPM-കാരായ ആളുകൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് പാർട്ടിക്കെതിരെ മത്സരിച്ച് നിയമസഭയിലേക്ക് കയറിപ്പോകുന്ന വളരെ സന്തോഷം നിറഞ്ഞിട്ടൊരു സാഹചര്യമാണുള്ളത്. ജയിച്ചു എന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ നമ്മളുടെ ആശയങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള സന്തോഷം ഞങ്ങൾക്കല്ല. മറുവശത്ത് CPM-ന്റെ നേതാക്കളൊക്കെ ഇത് വർഗീയതയെ കൂട്ടിപ്പിടിച്ചുള്ള വിജയമായിട്ടാണെന്ന വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, ന്യായീകരിച്ചു തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള പരാമർശങ്ങളെ കാണുന്നത്? അതാ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം ബോധം നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ പതുക്കെ വെളിവ് വന്നു തുടങ്ങും, ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. വിജയരാഘവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി AK ബാലൻ്റെ താത്വികമായ വിശദീകരണം വരാനുണ്ട്. MM മണിയുടെ ഇന്നലെ വന്നു കഴിഞ്ഞു. ഓരോരുത്തരങ്ങനെ ബോധം വരുമ്പോൾ പുതിയ കണക്കുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്ത് കണക്ക് പറഞ്ഞാലും മറ്റേ സന്ദേശത്തിൽ ചോദിക്കണില്ലേ, തോറ്റത് എന്തുകൊണ്ട് എന്ന് അവർ പരിശോധിക്കുകയാണ് അതിനകത്ത് വേണ്ടത്. കണക്കുകളുടെ വിശദീകരണമല്ല. ഇനിയും കേരളത്തിലെ പുതിയ നമ്മളുടെ കുട്ടികളെ, ഈ പുതിയ തലമുറയിലെ ആളുകളെ ഈ വളരെ പഴയ കാലത്തുള്ള സിനിമകളിൽ, എന്താ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ ഇറങ്ങിയ സിനിമകളുടെ കാലത്തുള്ള രാഷ്ട്രീയം കൊണ്ടൊന്നും തടുക്കാനാവില്ല. അവർക്കും ആവില്ല, നമുക്കും ആവില്ല. അല്ലാതെ ഇത് CPM-ന് മാത്രമുള്ള വാണിങ്ങൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് കേരളത്തിൽ ജയിച്ചു വന്ന UDF-ന് കൂടിയുള്ള വാണിങ്ങാണ്. തോറ്റ CPM-ന് മാത്രമല്ല, അത്രമേൽ അവെയറാണ് ഇവിടുത്തെ പുതിയ തലമുറ, പുതിയ രാഷ്ട്രീയം, പുതിയ സമൂഹം. നേതാക്കന്മാരുടെ ശരീരഭാഷ, അവർ പറയുന്നത്, അവരുടെ ഓരോ വാക്കുകൾ പോലും ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കേട്ടത് ഈ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അതിനോട് ഒരു എതിർപ്പ് തോന്നി എന്നുള്ള തരത്തിലേക്കാണ്. ഈ ജൻസിയുടെ ഒരു മാറ്റം ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ പിന്നെ ഒരു ഫ്ലക്സിന് 10,000 വോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ഫ്ലക്സിന് ഏകദേശം 10,000 വോട്ടിൻ്റെ മാറ്റമാണ് UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. ജൻസി ഗ്രൂപ്പിൻ്റെ ഒരു മാറ്റം, ഞാൻ ഒക്കെ പിന്നെ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരെയും കൈപിടിച്ച് പോയ ഒരാളെന്നുള്ള നിലക്ക്, എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ്. നമ്മൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നേർക്ക് നേരെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. ചെറിയ കുട്ടികൾ, അവർ ഈ രാഷ്ട്രീയ പന്തയങ്ങളിൽ കക്ഷികളാണ്, അവർക്ക് ഈ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഒരു കക്ഷികളാണ്, അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട്, അവർക്ക് രാഷ്ട്രീയമല്ല പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട്, അവർ ആ സ്ഥാനാർത്ഥികളെ പിന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അത്ഭുതകരമായിട്ടുള്ള പിന്നെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ ബോധം. ഈ പലരും പറയാറുണ്ട് ഈ പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധമില്ല, അവരിങ്ങനെ കളിച്ചിരിക്കുകയാണ്, അവർക്ക് തോന്നുന്നു. പക്ഷേ പഴയ തലമുറയിലെ ആളുകളെക്കാൾ ജാഗ്രവത്തായിട്ടുള്ള ഒരു പുതിയ തലമുറ നമ്മൾക്കിടയിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, നല്ല നിരീക്ഷണങ്ങളുള്ള, റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അത് പിന്നെ ഞാൻ വീണ്ടും പറയണത്, അത് മനസ്സിലാക്കേണ്ടത് തോറ്റുപോയ ഇടതുപക്ഷം മാത്രമല്ല, ജയിച്ച UDF-ആണ്. തോറ്റ CPM-നും ഇടതുപക്ഷത്തെക്കാൾ വലിയ റിസ്ക്കാണ് ഇത്രയും ഭാരിച്ച അല്ലെങ്കിൽ ഭീകരമായ ഒരു ജയം സമ്മാനിച്ച UDF-നുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ്. രണ്ടാമതൊരു പ്രശ്നം കൂടി ഞാൻ പറയാം. നമ്മളെല്ലാ കണക്കുകൾ കൂട്ടിയാലും 50 സീറ്റ് ഉറച്ച സീറ്റുള്ള പാർട്ടിയായിരുന്നു ഡീലിമിറ്റേഷന് ശേഷം ശരിക്കും CPM എന്ന് പറയുന്നത്. അപ്പം അതൊന്നും അങ്ങനെ പ്രതീക്ഷയല്ല, ഉറച്ച ഒരു സീറ്റ് ആർക്കുമില്ല. അതിനി എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പോൾ വേങ്ങരയൊക്കെ ഞാനിപ്പോൾ നമ്മളൊക്കെ കൊടുത്ത ക്യാപ്ഷനൊക്കെ ഉണ്ട്, എന്താണ്, ഉരുക്ക് കോട്ടയുടെ, അങ്ങനെ ഒരു കോട്ട അവിടെ ഇല്ല. ജനങ്ങളുടെ കൂടെ ഉണ്ടോ, അവരുണ്ടാവും. ഞാനൊക്കെ എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ, പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ഇങ്ങനെ പറ്റുന്നു എന്നുള്ളത്, അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. തോൽവി എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല സത്യത്തിൽ. അത് CPM-നും പിന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഞാനൊക്കെ തോറ്റുപോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷേ തോൽവിയിൽ നിന്ന് പഠിക്കാനുള്ള മര്യാദ കാണിക്കണം. അതല്ലാതെ ഈ പറയുന്ന പോലത്തെ ഈ ന്യായീകരണങ്ങളും വർഗീയതയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതല്ല അതിൻ്റെ ലക്ഷ്യം. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, അത് സത്യത്തിൽ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ ഒന്ന് UDF-നൊപ്പം നിൽക്കാൻ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ലേ? രാഷ്ട്രീയത്തിലെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് കഴിഞ്ഞ 4-ാം തീയതി പൂർത്തീകരിച്ചത്. ഒരുപാട് ചോദ്യങ്ങളുടെ, വെള്ളാപ്പള്ളിയുടെ ആശങ്കകളുടെയും ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കൂടി 4-ാം തീയതി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ബാലാന്നല്ലാതെ വേറൊന്നും അതിനോട് പറയാനല്ലേ. അദ്ദേഹം ഈ സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിയിട്ടുള്ള റെലവൻ്റായ
സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ചോദ്യം വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയത വാർത്തയാവുമ്പോഴുണ്ടാകുന്ന ഒരു രസമുണ്ട്. അത് മീഡിയകൾക്കും കേൾക്കുന്നവർക്കുള്ള സന്തോഷമുണ്ട്. പക്ഷേ അയാൾ കേരള രാഷ്ട്രീയത്തിലെ അടിസ്ഥാന സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധിക്കുന്നു പറയുന്ന കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഈ ജീവൽ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ഉയർത്താതിരിക്കുന്നത് തന്നെയാണ് ഈ തിരിച്ചടി. ഇനിയിപ്പം വോട്ട് എണ്ണിക്കഴിഞ്ഞു, എന്താ മോരിലെ പുളിയും പോയതിനു ശേഷം പിന്നെയും പുലമ്പിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ തന്നെ തീരുമാനിക്കണമെന്ന് നല്ലത്. നമ്മൾ ഒത്തിച്ച് പറയണില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേങ്ങരയ്ക്കൊരു മന്ത്രി എന്ന തരത്തിലാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അങ്ങേ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുള്ളത് എങ്ങനെയാണ് പ്രതീക്ഷകളുണ്ട്? അല്ല, ഞാൻ പാർട്ടി തരുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ സന്തോഷത്തോടെയും അങ്ങനെ ഉണ്ടല്ലോ, അല്ലാതെ പാർട്ടീനെ ഏൽപ്പിക്കുന്നതുകൊണ്ട് ഈ മുൾക്കിരീടം അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഒരു അംഗീകാരമാണ്. പാർട്ടി ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട്, ഞങ്ങളുടെ മുന്നണി ആയതുകൊണ്ട് മന്ത്രിസ്ഥാനം ഉണ്ടെന്ന് പറയണമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അത് കിട്ടുക. പക്ഷേ അത് ഇല്ലെങ്കിലോ കഴിഞ്ഞ 5 വർഷം ഞാൻ MLA പോലും ആയിരുന്നില്ല. നിയമസഭയിൽ എത്ര ആളുണ്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഷാജി പക്ഷേ തെരുവിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടാവും. കാരണം ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല. പക്ഷേ പാർട്ടി അങ്ങനെ ഒരു അംഗീകാരം തരികയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും, സംശയമൊന്നുമില്ല. ഞാനത് സത്യസന്ധമായിട്ട് അത് നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി പല ചർച്ചകളും വരുന്നുണ്ട്. KC വേണോ VD വേണോ? പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത് ഒരു ഇത്രയും വിജയം നേടിയ UDF-നെ തന്നെ മോശമാക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ ഈ ചർച്ചകളൊക്കെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആ ഉത്തരവുണ്ട്. 102 സീറ്റ് തന്ന ഭീകരമായ, വെറും സീറ്റല്ല, ഓരോ സീറ്റിനും 60ഉം 70ഉം 50ഉം ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നിട്ടുള്ള സീറ്റാണ്. ഇത് ജനങ്ങൾ UDF-നോടുള്ള വിശ്വാസം കൊണ്ട് മാത്രം തന്നതല്ല, LDF-നോടുള്ള പ്രതിഷേധം കൊണ്ട് കൂടി തന്നതാണ്. അതുകൊണ്ട് പ്രവർത്തകരെയും അണികളെയും നിരാശപ്പെടുത്താതിരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട എനിക്ക് ബാധ്യതയുണ്ട്, മുസ്ലിം ലീഗ് പോലത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യതയുണ്ട്, കോൺഗ്രസിനും ബാധ്യതയുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും ഉത്തരവാദിത്തപൂർവ്വം ആലോചിക്കലാണ് അതിൻ്റെ ഒരു ശരി. അല്ല, അതൊരു അവർ തന്നെയാണ്, ഞങ്ങൾക്ക് അതിൽ യാതൊരു റോളും ഇല്ല. അതൊക്കെ ഞങ്ങൾ മീഡിയകൾ പറയുന്നതല്ലാതെ ഞങ്ങൾക്കതിൽ ഒരു റോളും ഇല്ല. അവർ തീരുമാനിക്കട്ടെ. വേങ്ങരക്കാരനായിട്ട് ഇനിയുള്ള കാലത്ത് ഇവിടെ ഉണ്ടാവും. ഞാനങ്ങനെ ഒരു വേങ്ങരക്കാരനാവുന്നില്ല. സത്യത്തിൽ ഞാനൊരു കേരളക്കാരനാണ്. കാരണം ഞാൻ ഇരുപത്തി മത്സരിച്ചു, കണ്ണൂരിൽ മത്സരിച്ചു, വയനാട്ടിൽ ജനിച്ചു, കോഴിക്കോട് താമസിക്കണു. അങ്ങനൊന്നും നമ്മൾ ആരും വേണ്ട. മനുഷ്യൻ്റെ സങ്കടം കണ്ടാൽ മനസ്സിലാവണം, നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടാൽ തിരിച്ചറിയണം. അതിനങ്ങനെ വേങ്ങരൊന്നുമില്ല, കേരളമൊന്നുമില്ല, ഇന്ത്യ ഒന്നുമില്ല. അതെ, അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ മതി നമുക്ക്. ഇതൊരു അസൈൻമെൻ്റ് ആണ്. എന്നെ പാർട്ടി ഏൽപ്പിച്ചു വേങ്ങരയിലെ 5 വർഷത്തെ. ആ 5 വർഷം ഞാൻ പൂർത്തിയാവും. അതിന് വേങ്ങരക്കാരനാവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ഇതിപ്പം വോട്ട് കിട്ടിയതിനു ശേഷം പറയണതല്ല, വോട്ടിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പാർട്ടിയുടെ ഉള്ള പല തീരുമാനങ്ങളിലുള്ള അല്ലെങ്കിൽ അതിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും കൂടിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.